IPS ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് MR അജിത് കുമാറിന് DGP റാങ്ക് നൽകാനുള്ള സർക്കാർ തീരുമാനം. വകുപ്പുതല അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥരെ ഒഴിവാക്കണമെന്ന കൃത്യമായ ചട്ടം നിലനിൽക്കെ ഇത് മറികടന്ന് പ്രത്യേക താൽപര്യമെടുത്താണ് സർക്കാർ അജിത് കുമാറിന് പരിഗണന നൽകിയതെന്ന് വ്യക്തമാണ്. വിവാദ ഉദ്യോഗസ്ഥനെ ഉയർന്ന പദവിയിലേക്ക് പരിഗണിച്ചതിൽ CPI അടക്കമുള്ള ഘടകകക്ഷികൾക്ക് കടുത്ത എതിർപ്പുണ്ട്. IPS ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളാണിത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് MR അജിത് കുമാറിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ആരെയൊക്കെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കരുത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലറിൽ പറയുന്നത് ഇങ്ങനെ: സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥന് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധം. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ആരോപണമുയർന്ന് സ്ഥാനചലനമുണ്ടായ വ്യക്തിയാണ് അജിത് കുമാർ. പൂരവിവാദത്തിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള വ്യക്തിക്ക് എങ്ങനെ വിജിലൻസ് ക്ലിയറൻസ് ലഭിക്കും? പരിഗണിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനുമേൽ മേലുദ്യോഗസ്ഥർ മുമ്പ് അപ്രീതി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിക്കണം. പൂരവിവാദത്തിൽ പോലീസ് മേധാവി അവിശ്വാസം രേഖപ്പെടുത്തിയ അജിത് കുമാറിനെ പരിഗണിക്കുന്നതിന് ഇത് തടസ്സമായില്ല. ഇതടക്കം MR അജിത് കുമാറിന് വെല്ലുവിളിയാകുന്ന നിരവധി നിർദ്ദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി കൈമാറുന്ന പട്ടിക സർക്കാരിന് അംഗീകരിക്കാനോ തള്ളാനോ വ്യവസ്ഥയുണ്ട്. തീരുമാനം നീട്ടിവെക്കാനും സർക്കാരിന് അധികാരമുണ്ട്. പക്ഷേ അജിത് കുമാറിന് DGP പദവി നൽകാൻ സർക്കാരിന് ഇതൊന്നും തടസ്സമായില്ല. അതായത് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാർ കേന്ദ്രങ്ങളിൽ പ്രത്യേക താൽപര്യം പ്രകടമായെന്ന് വ്യക്തം. വിവാദ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകിയത് ഇടത് കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടവച്ചിട്ടുണ്ട്. CPI അടക്കം ഇക്കാര്യത്തിൽ പ്രതിഷേധം പരസ്യമാക്കാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും പുതിയൊരു വിവാദത്തിലേക്ക് കടക്കുകയാണ്. ഈ MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ള വലിയ ആരോപണം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പുതിയ തീരുമാനം അത് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് എന്ന് വ്യക്തമാണ്. എന്താണ് ഇനി പ്രതിപക്ഷം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും? സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകും? അശ്വതി, തീർച്ചയായിട്ടും MR അജിത് കുമാറിനോട് സർക്കാരിനുള്ള പ്രത്യേക താല്പര്യം, പ്രത്യേക മമതയൊക്കെ നമ്മൾ നേരത്തെയും പലതവണ ചർച്ച ചെയ്തതാണ്. അതിന് കാരണം ഈ അദ്ദേഹത്തിനെതിരെ പൂരം അട്ടിമറി ആരോപണം അടക്കം ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തോട് സർക്കാർ സ്വീകരിച്ച, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച ഒരു സമീപനം തന്നെയാണ്. CPI പോലുള്ള ഘടകകക്ഷികളും CPM പോലും ശക്തമായ നടപടി പൂരം അട്ടിമറിയിൽ MR അജിത് കുമാറിന് വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുമ്പോഴും പരമാവധി വൈകിച്ച്, അന്വേഷണത്തിന്റെ പേര് പറഞ്ഞെങ്കിൽ പോലും പരമാവധി വൈകിച്ചാണ് മുഖ്യമന്ത്രി അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് തയ്യാറായത്. സസ്പെൻഷനൊക്കെ വേണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. അത്തരം നീക്കങ്ങളിലേക്ക് സർക്കാർ കടന്നതുമില്ല. ഇപ്പോൾ ഈ പ്രമോഷൻ നൽകുമ്പോൾ സ്വാഭാവികമായും ചട്ടങ്ങൾ പാലിച്ചാണെങ്കിൽ IPS ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ നൽകേണ്ടത്. പക്ഷേ ഇവിടെ പൂർണ്ണമായും ഈ മാനദണ്ഡങ്ങൾ, കേന്ദ്ര മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ആരോപണം ഉയർന്നത്. സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥർ വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ഉദ്യോഗസ്ഥർക്കും, IPS ഉദ്യോഗസ്ഥർക്കാകുമ്പോൾ കുറച്ചുകൂടി ശക്തമായ കർശനമായ നിരീക്ഷണവും പരിശോധനകളൊക്കെ ഉണ്ടാകും. അതൊക്കെ മറികടന്നാണ് ഈ വിജിലൻസ് ഡയറക്ടറേക്ക് തന്നെ ആരോപണം ഉയർന്ന സ്ഥാനമെല്ലാം ഉണ്ടായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് വിജിലൻസ് അന്വേഷണം നിലവിലുണ്ട്. അത്തരം ഒരാൾക്ക് എങ്ങനെ സ്ഥാനക്കയറ്റം നൽകിയെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. എങ്ങനെ വിജിലൻസ് ക്ലിയറൻസ് നൽകിയെന്ന ചോദ്യമാണ് ഉയരുന്നത്. പരിഗണിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് മുമ്പ് അപ്രീതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിക്കണം. അതായത് പൂരവിവാദത്തിൽ പോലീസ് മേധാവി തന്നെയാണ് അജിത് കുമാറിന്റെ ഇടപെടലുകൾ ശരിയായിരുന്നില്ല, അതിൽ വീഴ്ചയുണ്ടായി, ജാഗ്രത കുറവുണ്ടായി, വലിയ തെറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായെന്ന പരാമർശം നടത്തിയതും റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയതും അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന് എങ്ങനെ ഇത്ര വേഗത്തിൽ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി പ്രമോഷനുള്ള ശുപാർശ നൽകിയെന്നടക്കം നിരവധി ചോദ്യങ്ങളുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത. പ്രതിപക്ഷത്തിന് അപ്പുറത്തേക്ക് CPIയുടെ നിലപാട് വളരെ നിർണായകമാകും. CPI MR അജിത് കുമാറിന്റെ പൂരം കലക്കൽ കൊണ്ട് ഏറ്റവും നഷ്ടമുണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടികളൊന്ന് CPI ആണെന്ന് വ്യക്തമാണ്. കാരണം അവർക്ക് ലോക്സഭയിലേക്ക് ഒരു പ്രാതിനിധ്യം ഇത്തവണ അവർ പ്രതീക്ഷിച്ചത് തൃശ്ശൂരായിരുന്നു, അതുണ്ടായില്ല. ലോക്സഭയിൽ അവരുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ CPI കടുത്ത അതൃപ്തി ആ ഘട്ടം മുതൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അജിത് കുമാറിന് പ്രമോഷൻ നൽകുന്നതിലും CPIയുടെ നിലപാടെന്നത് വളരെ നിർണായകമായിരുന്നു. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്.